അപ്പോൾ രാവിലെ ഇഡ്ഡലിയും ദോശയ്ക്കും ഉള്ള മാവില്ലാതെ ഇരിക്കുന്ന സമയത്ത് വളരെ വേഗത്തിലും എളുപ്പത്തിലും ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഒരു ഫ്രൈങ് പാൻ വെച്ച് അതിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക് ചേർത്ത് പൊട്ടിക്കുക. അതിനുശേഷം പൊടിയായി അരിഞ്ഞ ഇഞ്ചി, പച്ചമുളക്, വട്ടത്തിലരിഞ്ഞ ചെറുള്ളി എല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി പൊടിയായി അരിഞ്ഞ് ചേർക്കുക. ഉള്ളി ഒന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ ചൂടാക്കുക. അതിനുശേഷം ഇതിലേക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ചേർക്കാം. ഞാനിവിടെ ക്യാരറ്റും കാബേജും ക്യാപ്സിക്കവും 2 ടേബിൾ സ്പൂൺ വീതം എടുത്തിട്ടുണ്ട്. നല്ല പൊടി പോലെ അരിഞ്ഞതായിരിക്കണം കേട്ടോ. അതിനുശേഷം എല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുത്തൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റി തണുക്കാൻ വെക്കണം. ഇനി മിക്സിയുടെ ഒരു ജാറിലേക്ക് 1 കപ്പ് റവ ചേർക്കുക, 1/2 കപ്പ് തൈരും 1/4 കപ്പ് ചിരകിയ തേങ്ങയും 2 ടേബിൾ സ്പൂൺ വറുത്ത പച്ചരിപ്പൊടിയും 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് അരക്കുക. കുറേശ്ശെ വെള്ളം ചേർത്ത് ദോശമാവിൻ്റെ അളവിൽ അരച്ചെടുക്കണം. അതിനുശേഷം കുഴിവെള്ളം ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക. പോരെങ്കിൽ അല്പം വെള്ളവും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം തുറന്ന് സോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ചേർക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഈ സമയത്ത് ഒത്തിരി ലൂസാണെങ്കിൽ നമുക്ക് അല്പം അരിപ്പൊടി ചേർത്ത് തിക്കാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ കുറച്ച് കട്ടിയായതുകൊണ്ട് 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു അപ്പച്ചട്ടിയോ അല്ലെങ്കിൽ കുഴിവെള്ളം ഒരു കടുക് വറുക്കുന്ന ചട്ടിയോ ഉപയോഗിക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ട് 1.5 തവി ബാറ്റർ ഒഴിക്കുക. അതിനുശേഷം മൂടി വെച്ച് 3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിക്കുക. 3 മിനിറ്റിന് ശേഷം തുറന്ന് മറിച്ചിട്ട് മൂടി വെച്ച് മറ്റേ സൈഡും 2 മിനിറ്റ് വേവിച്ചതിന് ശേഷം പാനിൽ നിന്ന് പാത്രത്തിലേക്ക് മാറ്റാം. വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.